ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖം എല്ലാവർക്കും. മൈസൂരാണ് ഉള്ളത്. മൈസൂർ ഇന്നലെ രാത്രി വിട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തി. 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ ഒരു 7:30 മണിക്ക്, ഒരു 8:30 മണിക്ക് ഇവിടെ റൂം എടുത്തിയ നമ്മൾ ഫ്രഷപ്പിന് വേണ്ടിക്ക് ഒരു 700 രൂപ കിട്ടീനി. അവിടെ 3-4 റൂം നോക്കി 1000 രൂപയ്ക്ക് മുകളിലെല്ലാം പറയുന്നു. ലാസ്റ്റ് എത്ര കിട്ടി? 700 രൂപയ്ക്ക് റൂം കിട്ടി. ചിത്രം കണ്ട ചിത്രം. അപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയാട്ടാ. വെറുതെ വന്നേന്ന്, ഒരു രസമല്ലേ. ഓക്കെ, ഇറങ്ങുമ്പോൾ തന്നെ ഇതാ നല്ല ക്ലൗഡാ. എന്താ നമ്മളെ കൂടുതലോ 4 ആൾക്കാർ. നമ്മളെ വണ്ടിയുടെ വെച്ചേ രാവിലെ വണ്ടിയാ, ഫ്രഷായി പോയാണ്. എന്താ വെയിലെന്ന് പറയാം, പൊരിയുന്ന വെയിൽ. ഇതിപ്പോൾ കറുപ്പടിക്കൂ, ഞാൻ വേഗം കയറിട്ട് ഇപ്പോൾ കറുപ്പടിക്കൂ, വേഗം കറുപ്പടിക്കൂ കേട്ടാ. എടാ ബാടേ ഡ്രൈവറിന് ശരി. ചൂട്. നമ്മളെ ടീമിലൊരാൾക്ക് വീഡിയോയിൽ വരാൻ വല്ല താല്പര്യമില്ല. കിങ്ങിണി അല്ല, അവൻ്റെ പേരെന്താ? കുറച്ച് മുന്നോട്ടാക്കുക. അവൻ്റെ പേരെന്താ പറഞ്ഞേ? അമ്പിളി. അമ്പിളി പറഞ്ഞാല് പെണ്ണല്ലാട്ടാണോ? ആദ്യം പറഞ്ഞല്ലോ, അവൻ്റെ നിക് നെയിമാണ് അമ്പിളി. നിക് നെയിം. റോഡ് കണ്ടോ, ഫുള്ള് റഷ്. നമ്മൾ ഫസ്റ്റ് അടുത്തേക്കാ പോകുന്നത്. മൈസൂർ പാലസ്. രാഹുൽജി മോൻ കവർ ചെയ്തിയാ? ശരിയുടെ പെട്ടോടാ. പെട്ടോ റെഡ് എത്തിയിട്ടുള്ള എത്ര ടൈം എന്നറിയത്? ഇതാ ഇതുവരെയായിട്ട് തുറന്നിട്ടില്ല. ഇത്ര സമയം എന്നറിയാം. മാറോ, റെഡ് മാറോ, പച്ച കത്തോ, ആൾക്കാർ നടക്കാൻ. നമുക്കിത് റൗണ്ട് ചെയ്തിട്ട് അതിലൂടെ വിട്ടോ നേരെ വിട്ടോ. ബാക്ക് നിന്ന് ഓണഴി തുടങ്ങും. അങ്ങനെ റൗണ്ട് ചെയ്യണം. എടുത്തു ഓൻ്റെ അതിലോട്ട് കയറുന്നേ. എന്താന്നറാ പോ നോക്കിയോനി കയറി. റൗണ്ട് ചെയ്തോ. ഓട്ടോക്കാരെ എല്ലായിടത്തും കണക്കന്നെ കേട്ടോ. ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും കണക്കന്നെ. അല്ല, നമ്മളെ നാട്ടിൽ മാത്രമൊന്നുമല്ല. അങ്ങനെ പോട്ടെ. നമ്മ നല്ല ഇങ്ങനെ വട്ടം കറങ്ങി. ഇതാവും വട്ടം കറങ്ങി. ഇത് ചെയ്തി ആയി പറയുന്നുണ്ടോ? ശരി. വെറുതെ പറഞ്ഞായി പറയാ. ഇത് ബസ് സ്റ്റാൻഡ് കേട്ടാ. ഇത് മൈസൂർ ബസ് സ്റ്റാൻഡ്. എടാ മൈസൂർ ബസ് സ്റ്റാൻഡ്. രാവിലെ നമ്മൾ അന്ന് ഇവിടുന്ന് ഒരു ബസ്സിന്റെ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടില്ലേ? അവിടത്തേക്ക് പോയാലോ? നല്ല ചായ അല്ലേ അടുത്ത? അതാടാ. അതിനുള്ളിൽ കയറ്റി. നമ്മളിവിടെ ദസറക്ക് വന്നേരോ അപ്പുറത്ത് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരണോ? ദസറക്ക് വന്നേരം ഇവിടുന്ന് നമ്മള് ചായ കുടിച്ചു. ഇതിലോട്ട് കയറ്റി. വേഗം കയറ്റി. ഓനെ കാത്തിക്കണ്ട. കയറി. ഇവിടെ റെഡിയായോന്ന് അറിയില്ല, ആവാനായിട്ടുണ്ടാവും. കേറ്റ്. ഡോൾഫിൻ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചു. നല്ല അടിപൊളിയാണ്. ഇപ്പൊ ചായ റെഡിയാകും കൂടവേ. കണ്ടോ ബസ് ഉണ്ടോ? ഇതിനുള്ള റെഡി ആയിട്ടുണ്ടോ? അവിടെ ഇവിടുന്ന് ചായ കുടിച്ചാ മല. പപ്സും ചായയും കുടിച്ചിനി. ഈ ചങ്ങനെ നമ്മളെ കണ്ടായിരുന്നു. നമ്മള് നല്ല ബില്ലാക്കുമെന്ന് വെച്ചിട്ട് വന്ന് സെറ്റാക്കി തരുന്നുണ്ട്. പറയുന്നുണ്ട് നമ്മളിവിടെ ദസറക്ക് വന്നൊരു ഇവിടുന്ന് നമ്മള് വിശ്വസിച്ച് കഴിച്ചാലടാ ഇവനെ. ഇവിടുന്ന് എന്ത് എന്താ വരുന്നില്ലേ? ഇതോ കണ്ടാ, ഡോൾഫിൻ സെറ്റപ്പാന്ന്. പഴയ ഒരു സംഭവമാണ്. കണ്ടാ, പഴയ ബിൽഡിങ് വെള്ളം ഇവിടെ സെറ്റാക്കുന്നുണ്ട്. കണ്ടാ, ഇതൊരു ബസ് ടൈപ്പ്. മുകളിൽ കയറാം, താഴെ. പിന്നീട് എന്തൊരു സംഭവമുണ്ട്, സ്നാക്സ് എല്ലാം ഉണ്ട്. കണ്ടാ, ഗുഡ് ഫുഡ് മെയ്ഡ് ബെറ്റർ. കണ്ടാ, ചായ കുടിക്കണം. ചായ എന്ന് ചോദിക്കട്ടെ. ചായ ഇവിടെ ആയിട്ടുണ്ടാവും. ചായ ആയിട്ടുണ്ടാവും. അതെന്തല്ലോ ഇവിടെ ചായ റെഡിയല്ല, കുറച്ച് സമയം എടുക്കും. പിന്നെ ബർഗറും പിസയും ഉള്ളും പോലും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചർച്ചൊക്കെ ഇട്ടിട്ടില്ലേ? നേരത്തെ ഇവിടുത്തെ ആംബിയൻസ് കാണിച്ചാൽ ഇത് കണ്ടോ ഫ്രെയിംസ്.
എന്താ ഏറ്റവും ഇതാ ഇങ്ങനെ സാധനങ്ങളുണ്ട് കണ്ടോ. ഓക്കെ, നല്ല രസമില്ലേ? മോശമില്ല അല്ലേ? കണ്ടോ, അങ്ങനെ പുറത്താണെങ്കിൽ പുറത്തിരിക്കാം. കണ്ടോ, ഇത് ഉള്ളിൽ കാണിച്ചോ, ഉൾഭാഗം കാണിച്ചാൽ അപ്പോൾ നല്ല രസമാണ്. ഫ്ലിക്കറിങ് എന്താ സ്നാക്സ്, ചോക്ലേറ്റ്സ് എന്താ, ചോക്ലേറ്റ്സും കാര്യങ്ങളുണ്ട്. കേക്ക് ഉണ്ട് അല്ല, ഇതിങ്ങനെ സംഭവമുണ്ട്. ഇത് ഫോട്ടോ ഇതാവുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആ വെള്ളവും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ മുമ്പ് നമ്മളല്ലേ, ഞാൻ ഇവനും വന്നേരം ദസറക്ക് വന്നേരം ഇവിടുന്ന് കഴിച്ചത്. ഇവിടുന്ന് അവക്കാടോ ഷേക്ക് കഴിച്ചിന് അടിപൊളി സാധനം കേട്ടോ, മോശമില്ല, നല്ല അടിപൊളി സാധനം അവക്കാടോ ഷേക്ക്. പിന്നെ ചായ ഉണ്ടായിന് അന്ന്, പക്ഷെ ഇപ്പോൾ ചായ ആവും, കുറച്ച് സമയം എടുക്കും പോലും. ചായൻ്റെ അത് ഓപ്പൺ ആവണം. വേണ്ട, അവിടെ കണ്ടോ ഒരു പച്ച ബസ്സിനിപ്പുറം MC കൈന, എന്താണ് MC കൈന അന്ന് എഴുതി. അതന്നെ ഓപ്പൺ ആവാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. ചായ മസ്റ്റാണ്, രാവിലത്തെ ചായ എന്തായാലും കുടിക്കണം, കുടിച്ചേ പറ്റൂ. വീട്ടിൽ പോയി ചേട്ടാ, നടന്നിട്ടില്ല, ഒന്നും നടന്നില്ല, ചായ റെഡി ആയിട്ടില്ല. അപ്പം വീട്ടിൽ നിന്ന് വിടാം. ഫസ്റ്റ് ചായ മസ്റ്റാണ്. രാവിലത്തെ ചായ കുടിക്കുന്നു, ബാക്കി കറങ്ങുന്നു, അതാ പരിപാടി. പൊളിക്കുന്നമ്മ അങ്ങനെ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ സൈഡാക്കിയിട്ടുണ്ട്. മതിയോ ഇറങ്ങാലോ അതില്ലേ നോക്കട്ടെ കഴിക്കാൻ. അവസ്ഥ ഉള്ള ചുപ്പാടെന്നല്ലേ ഉണ്ടാവില്ലോ. വട എത്തി, ഒത്തൻ്റെ ഇഡലി എത്തി. ഇഡലിക്ക് എന്തെല്ലാം ഇവിടെ ചട്നിയും സാമ്പാറും. പിന്നെ ഇഡലി അല്ല, നമ്മുടെ വടക്ക് തുളവറവാണ്. കുഴപ്പമില്ല, നല്ല മുക്കണ്ട സാധനം കൊണ്ട് വെച്ചു. ഞാൻ ഈ പുറത്ത് പോയിക്കാനുള്ള അധികമൊന്നും ഫുഡ് അങ്ങനെ ഇങ്ങനെ കഴിക്കില്ല. വയറ്റിന് പണിയിട്ടെങ്കിൽ കയ്യിലപ്പ ദൂരെല്ലാം വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. മസാല ദോശക്ക് പറഞ്ഞിട്ടുണ്ട്, മസാല ദോശ വരും ഇപ്പോൾ. അല്ല, അതിൻ്റെ ഇടക്ക് വടക്കും പറഞ്ഞോ. മസാല ദോശ 3 മസാല ദോശ, 4 മസാല ദോശക്ക് പറഞ്ഞു. മസാല ദോശ കഴിക്കട്ടെ. മസാല കഴിക്കട്ടെ. സാമ്പാർ നല്ലോണം മതിർക്കുന്ന കേട്ടാ. ഞാനവിടെ കൂട്ടുന്നില്ല. ഞാൻ ഈ പച്ച ഇതാക്കിയിട്ട് പച്ച കൂട്ടി മുളക് പൊടി വെതറുന്നുണ്ട്. മുളക് പൊടി വെതറുന്നുണ്ട്. ചായ മസ്റ്റാണ്. ചായ കുടിക്കണം. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ചായ കുടിക്കട്ടെ. എന്താ ചൂടെന്നറിയാം. ചായ മോശമില്ല. പതക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള മസാല ദോശയൊന്നുമല്ല കേട്ടോ സാധനം. നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഒന്നല്ല. നമ്മളവിടെ ബീട്രൂട്ട് ഉണ്ടല്ലേടാ മസാല ദോശക്ക്. ഇത് എന്താ ഉരുളക്കിഴങ്ങിൻ്റെ മസാല സംഭവം. ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. കടൽ ഉരുളക്കിഴങ്ങ് അല്ലേ? കടൽ ഉരുളക്കിഴങ്ങേ ഉള്ളൂ. അതുകൊണ്ട് അവർ നമുക്ക് വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഒരു വലിയൊരു സുഖമില്ല ഇങ്ങനെ കഴിക്കുന്നു. ചായ മോശമില്ല. വീട്ടിലേക്ക് പറഞ്ഞോ മക്കളെ ഭയങ്കര പൈസ കേട്ടോ, ചെറിയ പൈസ ഒന്നല്ല. ഇതാകെ ചായ കുറച്ച് ടേസ്റ്റ് ഉള്ളൂ. എത്ര പൈസ എന്നറിയാം? പൈസ പറഞ്ഞറിയാം. പൈസ എത്രയാണിടാ? ടോട്ടല് 1097, അതായത് 1100, 1097 രൂപ. അവിടെ തിരിച്ചു പിടിച്ചിടാ ഒന്ന്. 1097. അതിൻ്റെ ഓരോന്നിൻ്റെ ബില്ല് വെച്ചാൽ
വടക്കത്തിലറിയാം, വടക്ക് 40 റുപ്യ, 13 എടുത്തിന് ഒരു 40 റുപ്യക്ക് 520 റുപ്യ. അവിടെ വടക്ക് മാത്രം 520 റുപ്യയായി. മസാല ദോശക്ക് 1 85, ഇഡലിക്ക് 1 45, ചായക്ക് 1 19. എൻ്റെ അമ്മ ചായക്ക് 19 റുപ്യ. ഇത് 19 റുപ്യൻ്റെ ചായയാണ്. 1 19, 20 റുപ്യ 100 റുപ്യ കൊടുത്തു. ചായ രസമുണ്ട് കേട്ടോ, ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീല് ചായ. പക്ഷെ എന്നാലും 1097 റുപ്യ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങിയേട്ടാ. പിന്നെ വെയിലാ, ഭയങ്കര വെയിൽ, കാത്തുന്ന വെയിലാ. ഇത് സംഭവമുണ്ട്, അത് നമുക്ക് ജസ്റ്റ് നോക്കാലോ. നല്ല വെയിലാ, അടിപൊളി വെയിൽ. ശ്രീ ശ്രീ ബ്രഹ്മതന്ത്ര സ്വതന്ത്ര പരക്കലസ്വാമി മുട്ട്, മൈസൂർ. ഇങ്ങനെ സംഭവമുണ്ട്. വലിയൊരു ബിൽഡിങ്, പഴയ ബിൽഡിങ്. കണ്ണുറക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി വെയിൽ, ഭയങ്കര വെയിൽ. ഇവിടുത്തെ വെയിലിന് വേഗം ബ്ലാക്ക് ആവും. തമിഴ്നാട്ടിലെല്ലാം വെയിലിൻ്റെ പവറില്ല, അതുപോലത്തെ സാധനം, അതുപോലത്തെ വെയിലാണ് സാധനമാണ് പറയുന്നത്. ബ്ലാക്ക് അടിക്കും. വാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയേട്ടാ. പിന്നീടല്ലോ ഭയങ്കര ഒച്ചപ്പാട് പോയിട്ട് കാക്കക്കൂട്ടില് അങ്ങനെ പറയില്ല, കാക്കക്കൂട്ടില് കല്ലിട്ട പോലെയാണ്. വാ, സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണ്. സീറ്റ് ബെൽറ്റ് ഇവിടെ ആടിയിട്ടുള്ള പോലീസ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആയിട്ട് ഇടണം കേട്ടോ. വാ, നമ്മളടുത്തൊക്കെ പോകുന്നറിയാ, നമ്മള് മൈസൂർ പാലസിലേക്ക് കേട്ടാ. പാലസിലേക്ക് പോയാ, മൈസൂർ പാലസിന്റെ ആ ഭാഗത്ത് തന്നെ ഉള്ളത്. ഇത് അങ്ങാന്ന് മൈസൂർ പാലസ്, മൈസൂർ പാലസിന്റെ ഭാഗത്താണ് ഉള്ളത്. ടിക്കറ്റില്ല, വണ്ടി സൈഡൊക്കെ കമാൺ. ഓക്കെ ടിക്കറ്റിന്. അപ്പൊ മൈസൂർ പാലസിന്റെ സൈഡിലോട്ട് നമ്മ ഇങ്ങനെ പോയത്. മെയിൻ എൻട്രൻസിൽ അവിടെ പാർക്കിംഗ്, വണ്ടി പാർക്ക് ചെയ്യണ്ടേ. അപ്പൊ വണ്ടി പാർക്ക് ചെയ്യുന്ന നമ്മ മൈസൂർ പാലസിൽ കയറുന്നു. ഓക്കെ, ഇതാണ് പാർക്കിംഗ്. നമ്മള് പാലസിന്റെ റോഡ് കയറി. ഇവിടെ ഇങ്ങനെ കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ, ഫ്രൂട്ട്സ്, മാങ്ങ, പാലസിന്റെ ഭയങ്കര ആൾക്കാർ കേട്ടോ, ഭയങ്കര. ഇതാണ് എൻട്രൻസ് കേട്ടോ, നമ്മ ഇരുപത്തിയാണ് കയറുന്നത്. കണ്ടാ ഫുൾ വണ്ടിയൊന്നും അറിഞ്ഞിടോ. വണ്ടി നോക്കിയ പാലസിന് ഇത് നോക്കിയാ പുല്ലൂട്ടായി. അയാളെ തണല്, അവരെ തണല് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അത് ഒരു കൊട പോലെ ഇതാക്കിട്ടാ പുല്ലൂട്ടായി. ഇല്ല, കുത്തനെയുള്ള കൊട പോലെ ഒന്നല്ല, കുത്തനെ ഉള്ളത്. പക്ഷെ അതിന്റെ തണല് കിട്ടുന്നുണ്ട് അയാളെ കൊടയായിട്ട് ഉപയോഗിക്കുന്നത്. വണ്ടി പോയി പാർക്ക് ചെയ്യട്ടെ, വീടം കയറ്റിട്ട്. ഇവിടെ വണ്ടിക്ക് ചാർജ് ഉണ്ടാവുമ്പോ ഫീ ഉണ്ടോടാ? പാർക്കിംഗ് ഫീ ഉണ്ടോ? അങ്ങോട്ടല്ലേ? നമ്മൾ നടന്ന് കയറിയാട്ടാ, ഇനി കയറിയിട്ട് കാണാം. ഓക്കെ, നല്ല ആൾക്കാരാ, നല്ല ക്ലോഡാ. ഇവിടെ പീരങ്കിയെല്ലാം വെക്കുന്നുണ്ട്. പീരങ്കി വേണ്ട, ചെറിയ പീരങ്കി ഇത് ഇതാക്കുന്നത്. സൈക്കിള് വേണ്ട, മാങ്ങ. ഇപ്പം എൻട്രൻസിലേക്ക് നടക്കാൻ നല്ല അടിപൊളി വെയില്, കിട്ടില്ല വെയില്, ഭയങ്കര ക്യൂ ആണ്. നോക്കിയാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിക്ക് ഭയങ്കര ആള്, ഭയങ്കര തിരക്ക്. കയറട്ടെ, അങ്ങനെ അകത്ത് കയറിയട്ടാ. നല്ല ആൾക്കാരാ, നല്ല ക്ലോഡാ. കൂളിംഗ് ഗ്ലാസ് വാങ്ങിയാൽ, കൂളിംഗ് ഗ്ലാസ്. ഭയങ്കര വെയിലുണ്ട്, ഇവിടെ തണലുണ്ട്, പക്ഷെ ഭയങ്കര വെയിലുണ്ട്. കൂളിംഗ് ഗ്ലാസ്. പാലസാണ്ടേ, പാലസ് കാണിച്ചു തരാം. ഇല്ല, മൈസൂർ പാലസ്. മൈസൂർ പാലസ് മൈസൂർ പാലസ്. ഇത് കണ്ടു എൻ്റെ ബാക്കിൽ എന്താ രസം അറിയാം. ഇതൊക്കെ കണ്ടോ, ഫുള്ള് ചെറിയ ചെടികൾ വെച്ചിട്ട്. ഓക്കെ, ഇത് ലവ് ആണല്ലേ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നു ലവ്. അതുപോലെ അപ്പുറത്തെ സൈഡ് ഭയങ്കര ആൾക്കാരാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനത്തെ ഓളുണ്ട് കണ്ടോ, ആൾക്കാരെല്ലാം ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ. അടിപൊളി ആട്ടാ. ഇതൊക്കെ നല്ല വ്യൂ ആ, അടിപൊളി വ്യൂ ആ. ഇത് പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. ഈ ആൾക്കാർ കംപ്ലീറ്റ് പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങുന്നതാണ്. വേണ്ട, പാലസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന. അപ്പോൾ ഇതുവഴി തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്, പാലസിനടുത്തേക്ക്.
പാലസിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇതുവഴി പോവാം. ഇതുവഴി പോയിട്ട് അവിടെ ചെരിപ്പൂരി വെച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഇന്ന ക്ഷേത്ര ശ്രീ പ്രസന്ന കൃഷ്ണ സ്വാമി ടെമ്പിൾ. അതിലൂട്ടിയാണ് പാലസിനുള്ളിൽ കയറാം. അല്ല അവിടെ ചെരിപ്പൂരി വെക്കുക, എന്നിട്ട് കയറാം. നടക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ പുറത്തിറങ്ങി കേട്ടാ. പാലസിന് പുറത്തിറങ്ങി വണ്ടിയെടുത്തേക്ക് പോയാൽ പാർക്കിങ്ങിലേക്ക്. കണ്ണർസും വെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ ഇതില്ലേ പവർ ഭയങ്കര പവർ. 100 രൂപീസ് കാണിച്ചിട്ടാ നോക്കട്ടെ. ഇവിടുത്തെ സൈക്കിളെല്ലാം ഉണ്ട് കേട്ടോ. 100 രൂപീസ് 100 പൊട്ടിക്കില്ല കേട്ടോ. മൈസൂർ പാലസിൻ്റെ ആണ്. മൈസൂർ പാലസിൻ്റെ ഇത് സൈക്കിളിലൂടെ അമ്മ പോയാൻ ഇടുന്ന് വിടേൻ. വണ്ടി അങ്ങ് വെച്ച് നടക്കുന്നുണ്ട്. തെറ്റല്ലേ? ബായ്. എത്ര പൈസ ക്ലാസ്സിന്? 150 100 രൂപയ്ക്ക് പറഞ്ഞിട്ട് കലാസാക്കി കിട്ടി. 100 രൂപയ്ക്ക് വില വെച്ച് അതന്നെ കലാസാക്കി. 150 രൂപ പറഞ്ഞിട്ട് 100 രൂപയ്ക്ക് കലാസാക്കി. നമ്മൾ നേരെ പോയാ തെറ്റ ഇടുന്ന് വിടേ. വണ്ടിയെടുത്ത് പോകുന്നത്, വണ്ടി എടുക്കുന്നു, വിടുന്നു. ചാവിടിക്കണം, നല്ല ചാവിടിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുന്ന് പോയാട്ടാ വണ്ടി ഇവിടുന്ന് വിടേന്ന്. അവനാ വീഡിയോ തന്നെ പേട്ടാ. വീഡിയോ ചെയ്യാൻ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നമ്മൾ ശിവൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ ബിൽഡ് ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടാ. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷ്റഫ് കണ്ണൂർ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അഷ്റഫ് കണ്ണൂർ കേട്ടോ. ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, അതിനാ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഒരു നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.